ഹോം ടൂർ എന്നാട്ടോ പറഞ്ഞു. അവൻ അത്ര വ്യക്തമല്ലല്ലോ ഗൈസ്. ചെരുപ്പിട് ചെരുപ്പിട്. ചെരുപ്പിട്ടിട്ടേ മോളിക്ക് ഫസ്റ്റ് പോവാന്നാണ് അവൻ പറയണത് കേട്ടോ. ഇങ്ങോട്ട് നോക്കിയേ ശരിയാട്ടോ ഗൈസ്. നടക്ക്. മോളിക്ക് കയറാന്ന് കേട്ടോ പറയണേ. അത്ര നല്ല ആംബിയൻസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ നല്ലതാ ഗൈസ്. നല്ല വെയിലാ. ഇനി നമുക്ക് അടിയെ പോവാം. പച്ചക്കറിത്തോട്ടം എന്നാട്ടോ പറയണേ. ചെറിയ വെജിറ്റബിൾ ഗാർഡൻ ആട്ടോ. കണ്ടോ, ഇത് കുറച്ച് ചെറിയ വെണ്ടയ്ക്കാണ്. ചെറുതായിട്ട് ഇവിടെ ചെറിയ വെണ്ടയ്ക്കുണ്ട്. ഇവിടെ ഒക്കെ പൂവൊക്കെ ആയിട്ട് വിരിഞ്ഞുണ്ട്. ഇവിടെ ഒരു വലിയ വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ മുളകാണ് കാണുന്നുണ്ട്. പൂവൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊരു ഫ്ലവറാണ്. ഇത് എന്താണ് ഫ്ലവറിൻ്റെ നെയിം എനിക്കറിയില്ല. അത് വലുതായി വരുന്നുള്ളൂ. ഇത് പനിക്കൂർക്കയാണ്. ഇതാണ് പനിക്കൂർക്ക കേട്ടോ. ഇത് മത്തനാണ്, മത്തങ്ങ. ഇത് മറ്റേ കുഞ്ഞുമുളക്. ഇത് ചെറിയ ഉണ്ടമുളക് എന്നൊക്കെ പറയല്ലേ. പേര് ഓർമ്മയില്ല കേട്ടോ. നമുക്ക് ബട്ടർഫ്ലൈ ഉണ്ടോ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ പപ്പായ കേട്ടോ. ഇതേപോലെ ഞങ്ങൾ മതിലൊക്കെ ഇടിഞ്ഞ് വീണ് നമുക്ക് അപ്പുറത്തെ വീടൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. മഞ്ഞൾ കാണിക്കും. ഇതിതാ മഞ്ഞളാണ് കേട്ടോ. ഇത് ഓക്കെ, നമുക്ക് ഇൻസൈഡ് ആണ് കാണാനുള്ളത്. അതിന് ഫസ്റ്റ് നമുക്ക് വീണ്ടും ഫ്രണ്ട് ഭാഗം കാണാം. ചെരുപ്പിടൽ യുദ്ധമാണ്. ഇപ്പോ ഈ ഒരു ടൈം ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു മതിൽമ നിറച്ച് ഒച്ചുകളുണ്ടാവും ഗൈസ്. ഒച്ചുകളുണ്ടോ എവിടെ ഇരിക്കുന്ന ഷെൽസ് പോലെ കാണുന്നത്? അതൊക്കെ ഒച്ചാണ് ഗൈസ്. ഇവിടെ നിറച്ച് ഒച്ചുകളാണ്. ഇവിടത്തേക്കാൾ കൂടുതൽ ഈ ഒരു മതിൽമ കേട്ടോ ഉണ്ടാവാറ്. പിന്നെ ഫുള്ള് മറ്റേ ഒരു പുഴു പോലത്തെ സാധനം എന്താ അതിൻ്റെ പേര്? ഞാൻ അതിൻ്റെ പേര് മറന്നു. എന്താ മണ്ണെണ്ണ കുടിയില്ല. അതന്നെ ആ സാധനം. ഈ ഒരു മതിൽമ അധികം ഈ ഒരു ഭാഗത്തായിട്ട് അധികം ഇല്ല കേട്ടോ. ഈ ഒരു മതിൽമേല് ഇതവർ നിൽക്കണം. ആ മതിലിൽ അതെ ഇവിടെ നിറച്ച് വെച്ചാണ് ഗൈസ്. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അതാ കാണുന്നുണ്ടല്ലേ. അവിടെ നിന്നായതുകൊണ്ട് സൂര്യൻ അവിടെ നിന്നായതുകൊണ്ട് ഭയങ്കരമായിട്ട് ബ്ലറാവും. കണ്ടോ, കുഞ്ഞ് ചെറിയ ചെറിയ ഉച്ചകൾ വരെയുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ അവിടെ നിന്ന് ചെറിയ ഉച്ചയാണ്. അതിൻ്റെ ഞാൻ പറഞ്ഞ ചെറിയ ഉച്ച. കണ്ടോ, ഇതൊരു ഉച്ച. ഇതിനൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ട് കൊല്ലാറുണ്ട് കേട്ടോ. എന്നാലും ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും. കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ. പിന്നെന്താ ഈ സാധനം, ഇതിനാണ് മണ്ണെണ്ണ കുടി എന്ന് പറയുന്നത്. നിങ്ങൾ എന്താ ഇതിനെ പറയാന്ന് എനിക്ക് പറയണേ. ഇതുണ്ടോ മണ്ണെണ്ണ കുടിയന്മാർ കുറേ ഉണ്ട് ഗൈസ്.
ഇവിടെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ഇൻസെക്റ്റൊക്കെ സറൗണ്ടഡ് ആയിട്ടുള്ളതാണ് ഞങ്ങളുടെ വീട് കേട്ടോ. ഞാനൊരു സ്പെഷ്യൽ നിങ്ങളുടെ വീട്ടിലുണ്ടോയെന്ന് അറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ളൊരു ഫ്ലവറാണ് കാണിച്ചത്. ഇതാണ് എന്താ അതിൻ്റെ പേര്? ശംഖുപുഷ്പം. ശംഖുപുഷ്പമാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ കണിക്കൊന്നമാരാണേ. അവിടെ കുറ്റി പോലെ കാണുന്നില്ല, വലിയൊരു മൾബറി മരമായിരുന്നു അത്. ഇപ്പോൾ വെട്ടിയതാണ് ഗൈസ് ഞങ്ങൾ. ഈ മൾബറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ സമ്മറിലാണ് കേട്ടോ അത് കായ്ക്കണേ. ഞങ്ങളുടെ അവിടുത്തെ മൾബറി സമ്മറിലായിരുന്നു കായ്ച്ചത്. പിന്നെ വിൻ്ററിൽ അത് ഉണ്ടായി തുടങ്ങുള്ളൂ, പൂക്കും. സമ്മറിൽ നല്ലോണം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് പൊട്ടിക്കും കേട്ടോ. ഇനി നമുക്ക് ഇൻസൈഡാണ്. അതെൻ്റെ സ്റ്റഡി റൂമാണ് കഴിച്ചത്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെ കൊണ്ടുപോകുന്നില്ല. എൻ്റെ വാൾ മാത്രം കാണിച്ചു. സ്റ്റഡി റൂമിൻ്റെ ഒരു തീം വാളാണിത്. ഇത് ഡെക്കോർ ചെയ്തിട്ടുള്ളൂ. ഡെക്കോർ ചെയ്ത് ഫുള്ളൊന്ന് ഡെക്കോർ ചെയ്യണം. മയിൽപ്പീലാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ യൂണിക്കോണെ വരച്ച് കളർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ഞാൻ മേക്ക് ചെയ്ത പാവയാണ്. ഇതൊരു സില്ലി വാള. നമുക്ക് പുറത്തേക്ക് പോകാം. ഇതാണ് എൻ്റെ റൂം. ഇതാ ചേട്ടൻ്റെ റൂമാണ്. എല്ലാവരും കുത്താൻ. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.